ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? മഴയൊക്കെ ഉണ്ടോ അവിടെല്ലാം? എന്ത് ചോദ്യമല്ലേ? അപ്പഴ് ഇന്ന് ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പഴ് നമ്മൾ സാധാരണ എന്നും ഉണ്ടാക്കുന്ന ബീഫ് കറിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം പണികളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം വായോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പം ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ബൾബ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അത്യാവശ്യം വലിയ ഒരു ഇഞ്ചിയുടെ പീസ് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 6, 7 പച്ചമുളക് എടുത്ത് അതും രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോഴേ കുരുമുളക് പിന്നീട് പൊടി ചേർത്താലും മതി കേട്ടോ. ഞാൻ ഇങ്ങനെ അങ്ങ് ചേർത്തതാണ്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല വാഷ് ചെയ്തെടുത്ത ബീഫ് ചേർക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ബീഫ് കട്ട് ചെയ്തേക്കുന്നത് കണ്ടേ ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിപ്പം എല്ലാവരും കറിക്ക് ഇങ്ങനെ തന്നെയാണല്ലോ കട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളും കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ചധികം കുഞ്ഞുള്ളി എടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പൊ ഇതിലേക്ക് അധികം കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. കുഞ്ഞുള്ളിന്ന് പേരുണ്ടെങ്കിലും ഇത് അത്യാവശ്യം വലിയ കുഞ്ഞുള്ളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 10, 15 എണ്ണേ എടുത്തിട്ടുള്ളൂ. അപ്പൊ തീരെ ചെറുതാണെങ്കിൽ കുറച്ചധികം എടുക്കേണ്ടി വരും. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലുള്ളതെല്ലാം അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 തക്കാളി അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോഴേ തക്കാളി നല്ല ചെറുതായതിന്റെ പേരിലാണ് 4 എണ്ണം എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 2 എടുത്താലും മതി. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണോളം നമ്മുടെ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ കണക്കാണേ പറയുന്നത്. ഇനി ഒരു 3 ടീസ്പൂണൊക്കെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇപ്പോൾ ഒരു ഏകദേശം കണക്കനുസരിച്ച് ചേർത്താൽ മതി. കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു ഏകദേശ കണക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കൈ വെച്ച് നല്ല പോലെ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണേ. അപ്പൊ ഈ ബീഫ് എടുക്കുമ്പോഴേ ആ എല്ലിന്റെ പീസും കരളും കുറച്ച് കൊഴുപ്പും എല്ലാം എടുക്കണം കേട്ടോ. എങ്കിലേ ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പ്രത്യേകിച്ചും എല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കരുത് കേട്ടോ, എടുത്തേക്കണം. അപ്പൊ ദാണ്ടെ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി നമുക്ക് റെസ്റ്റ് ആക്കാൻ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ഇത് കുക്കറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അത്യാവശ്യം വലിയൊരു കുക്കർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞുള്ളിക്ക് പകരം സവാള ചേർക്കാന്ന് ചോദിച്ചാൽ സവാള ചേർക്കാം. പക്ഷെ കുഞ്ഞുള്ളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ദാണ്ടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു പിന്നെ നമ്മളിത് മാരിനേറ്റ് ചെയ്ത ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കണം എന്നുള്ളത് കൊണ്ടല്ല, ആ ഒരു പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ ഇങ്ങ് പോരട്ടെ എന്ന് കരുതി കുറച്ച് വെള്ളം ചേർത്തതാണ് കേട്ടോ. ചേർത്തിട്ട് ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെക്കാം. എനിക്കൊരു 6 വിസിലായപ്പോഴാണ് കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കർ അനുസരിച്ച് മാറും, വേവൊക്കെ മാറും. അപ്പോഴ് എനിക്ക് ഒരു 6 വിസിലെടുത്തു. അപ്പോൾ ഏകദേശം ആ ഒരു കണക്കിനനുസരിച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ ദാണ്ടെ 6 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയി ഇവിടെ സെറ്റായിട്ട് ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ദാണ്ടെ ഇത്രയും വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല പൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഉപ്പും ഒക്കെ പാകമാണോ, എരിവും എല്ലാം പാകമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് ഒരു പരിപാടിയും കൂടെ. അപ്പൊ അതാണ് ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു താളിക്കൽ പരിപാടിയും കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.
അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം കുറച്ചധികം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണൊക്കെ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഈ ബീഫിനകത്ത് തേങ്ങാ കൊത്ത് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഈ ഒരു ഐറ്റം ചേർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ബീഫ് കഴിക്കുന്നതിലും ഈ തേങ്ങാ കൊത്ത് തെരഞ്ഞു പിടിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി നമുക്ക് ആ തേങ്ങയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ദാണ്ട് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 2 സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പൊ ആ ഒരു പരുവം വരെ നല്ല പോലെ വഴറ്റി കൊടുക്കാം. ഇപ്പൊ ദാണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവം വരെയാണ് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2, 3 പച്ചമുളക് നീളത്തിൽ കീറി ഒന്ന് നെടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പിന്നെ ഇത് നമ്മുടെ ആ ഒരു ബീഫും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിനി കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. എനിക്കൊരു അല്പം എരിവും കൂടെ വേണം തോന്നിയിട്ടാണ് ഈ പച്ചമുളക് ചേർത്തത്. പച്ചമുളകിന്റെ ആ ഒരു ഫ്ലേവർ നല്ല രസമാണ് ഈ കറിക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ അതാണ് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കുറച്ച് ഒന്ന് വറ്റി വരട്ടെ. വെള്ളം ഒത്തിരി ഒന്ന് വറ്റി വരട്ടെ. അപ്പൊ ഞാനിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒത്തിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ കറിവേപ്പില വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയം മിക്ക ആൾക്കാരുടെ വീട്ടിലും ബീഫ് ഉണ്ടാവും. പെരുന്നാൾ കഴിഞ്ഞതല്ലേ പള്ളിയിൽ നിന്നൊക്കെ തന്നെ ബീഫ് ഒരുപാട് കിട്ടും. അപ്പോഴ് ഈ ഒരു സമയം എന്തായാലും സേവ് ചെയ്ത് വെച്ച് ഉണ്ടാക്കിക്കോളൂ. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവി ഒന്നും കൂടെ തിക്കാവട്ടെ. കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. ഇനി ഞാനിത് വറ്റിക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടെ റോസ്റ്റ് പരുവത്തിന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ച് ഒന്ന് വരട്ടി എടുക്കാം. എനിക്ക് പക്ഷേ ഇതുപോലെ കുറച്ച് ചാറോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ദാണ്ടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫുൾ ടേസ്റ്റ് ആണ്. നല്ലൊരു മണവുമാണ് കേട്ടോ. ഞാനിതൊന്ന് തേങ്ങാച്ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ചൂടോടെ ഇതങ്ങോട്ട് സെർവ് ചെയ്യാം. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.